നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി ഡിസംബർ 19 കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കണ്ണൂരിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പെൻഷൻകാർക്ക് 2016 മുതൽ അനുവദിച്ചു തന്ന DA 2002 നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്ന സംഘടനയുടെ ആവശ്യം സർക്കാർ നിയമിച്ച റിട്ടയർഡ് ജില്ലാ ജഡ്ജി അധ്യക്ഷനായുള്ള കമ്മീഷൻ നിരാകരിക്കുകയാണ്. 1656 കോടി രൂപ കേരള ബാങ്കിൽ പെൻഷൻ ബോർഡിന് സ്ഥിര നിക്ഷേപമുണ്ട്. ഈ സംഖ്യ പെൻഷൻകാർക്ക് നൽകുന്നതിന് പകരം കമ്മീഷനെ വെച്ച് ദൂർത്തടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം. ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. രാവിലെ 9:30 സ്റ്റേഡിയം കോർണറിൽ നിന്നും പ്രതിഷേധ മാർച്ച് തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത് നിങ്ങൾക്കറിയാം, പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടുന്ന മിനിമം പെൻഷൻ എത്രയാണെന്ന് വെച്ചാൽ 3600 രൂപയാണ്. നേരെ മറിച്ച് ഒരു സർക്കാർ ജീവനക്കാരനുള്ള ഏറ്റവും മിനിമം പെൻഷൻ കിട്ടുന്നത് 11500 രൂപയാണ്. ഞങ്ങൾക്ക് പരമാവധി പെൻഷൻ സീൽ ചെയ്തിരിക്കുന്നു 17800 രൂപ. ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിരമിക്കുന്ന അവസരത്തിൽ 80,000-ഓ 1,00,000-ഓ ആണ് ശമ്പളമെങ്കിൽ ഏകദേശം 30 വർഷക്കാലം സർവീസുള്ള ഒരാൾക്ക് ലഭിക്കുക ആ അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 50% അവർക്ക് പെൻഷനായി ലഭിക്കുമ്പോഴാണ് സഹകരണ മേഖലയിൽ നിന്ന് ഇന്ന് സാമാന്യം മെച്ചപ്പെട്ട ജീവനക്കാരുടെ ശമ്പളമുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കും. ആ മെച്ചപ്പെട്ട ശമ്പളം വാങ്ങിക്കുന്ന 1,00,000-ഓ 1,15,00,000-ഓ 1,00,000-ഓ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾക്ക് പരമാവധി പെൻഷൻ കിട്ടുന്ന 17,500 രൂപ, മിനിമം പെൻഷൻ 3,600. അപ്പോൾ അത്രയും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഈ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KP പ്രഭാകരൻ, AP ജനാർദ്ദനൻ, CV കുഞ്ഞികൃഷ്ണൻ, M സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.